Hello, welcome to Sense of School of Life Sciences. Today we shall discuss about mRNA splicing. It is the process of post-transcriptional modification of mRNA in eukaryotes. It's a process that removes introns and joins exons to form the mature mRNA. Splicing not only occurs in mRNA but can see in rRNA and tRNA also. There are 4 groups of introns, namely group 1, group 2, group 3, and group 4. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഏതാ പഠിക്കുന്നത്? ഗ്രൂപ്പ് 3 ആണ്. അത് കാറ്റലൈസ്ഡ് ബൈ സ്പ്ലൈസേഴ്സും വെരി ഇമ്പോർട്ടൻ്റ്. അത് തന്നെയാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ഇവിടെ പഠിക്കുന്നത്. പക്ഷേ ചില MCQ ക്വസ്റ്റ്യനിൽ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 ഇതെല്ലാം ഇവിടെ ഏതിലാണ്, ഇത്തരം ഓർഗാനിസത്തിലാണ് കാണുന്നത്, ഇതൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം അതേക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് മെയിനായിട്ടുള്ള mRNA splicing-ലേക്ക് പോകാം. See, removal of group 1 and group 2 introns require not any kind of proteins. So, removal of these introns are known as self-splicing. Moreover, RNAs with the group 1 and group 2 introns have catalytic activity. That is, they are ribozyme. So, RNA having catalytic activity പറയുന്നത് എന്താ? Ribozyme എന്നാണല്ലോ. But group 3 introns are the major type of introns that we are going to study today. It involves spliceosome complex to remove the introns. Group 4 introns include introns in tRNA. Its removal is enzymatic. Endonuclease പോലുള്ള enzyme ആണ് introns in tRNA റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓടിച്ച് ഈ 4 കുറിച്ച് ഒന്ന് നോക്കിയേ. ഗ്രൂപ്പ് 1 കാണുന്നത് ജീൻസ് ഓഫ് rRNA of ciliate tetrahymena പോലുള്ള T4 bacteriophage, mitochondrial and chloroplast, and in species of bacteria. ഏതാണ്ട് ഗ്രൂപ്പ് 2ഉം ഏതാണ്ട് ഇതിലേക്ക് തന്നെയാണ്. ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് മൈറ്റോകോൺട്രിയ, ജീൻസ് ഓഫ് ഫംഗൈ, ആൽഗെ, പ്ലാന്റ്സ്, ആൻഡ് സം ബാക്ടീരിയൽ ജീൻസ്. പ്രോകാരിയോട്സിൽ ഇൻട്രോൺസ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? എന്നാലും ചില ബാക്ടീരിയൽ സ്പീഷീസിൽ ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 ഇൻട്രോൺസ് കാണാം. ഗ്രൂപ്പ് 3 മേജർ ആയിട്ടുള്ള നമ്മൾ പറഞ്ഞല്ലോ tRNA കാണുന്നതാണ് ഗ്രൂപ്പ് 4. പിന്നെ ഇതെല്ലാം ഒന്ന് വായിച്ചിരിക്കുക, മെയിനായിട്ട് സമയമില്ല. അപ്പം നമുക്കിപ്പോൾ പക്ഷെ ലാരേറ്റ് ഫോർമേഷൻ അതുകൂടെ നോക്കാം. ലാരേറ്റ് ഫോർമേഷൻ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ്. അതെന്താണ് നമ്മളിപ്പോൾ ഉടനെ പഠിക്കും. അത് ഗ്രൂപ്പ് 2ലും ഗ്രൂപ്പ് 3ലും ലാരേറ്റ് ഫോർമേഷൻ ഉണ്ട് എന്നുകൂടെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, വായിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ മെയിൻ പോയിന്റിലേക്ക് പോകാം. mRNA splicing, അതായത് ഗ്രൂപ്പ് 3 ഇൻട്രോൺസ്, spliceosome mediated. mRNA splicing involves a complex called a spliceosome complex. Each spliceosome has subunits called a small nuclear ribonucleoprotein SNRNB and pronounce ചെയ്യുന്ന SNRP എന്ന് പറയും. അപ്പോൾ സ്പ്ലൈസിയോസോം കോംപ്ലക്സിൽ യൂണിറ്റിനെ പറയുന്ന യൂണിറ്റ്സ്, ഒരു യൂണിറ്റിനെ പറയുന്ന സ്മോൾ ന്യൂക്ലിയർ റൈബോന്യൂക്ലിയോപ്രോട്ടീൻ SNRNB. ഓരോ SNRNBയും എന്തുണ്ട്? ഈച്ച് SNRNB കണ്ടെയ്ൻസ് സ്മോൾ ന്യൂക്ലിയർ RNA അല്ലെങ്കിൽ SNRNA ആൻഡ് പ്രോട്ടീൻസ്. അതിൽ ഒരു RNAയും പ്രോട്ടീൻസും. എന്താ SNRNA? ഈ SNRNA യുറിഡിൻ റിച്ച് ആണ്. യുറിഡിൻ കൂടുതലായിട്ട് കാണും. RNA ആണല്ലോ യുറാസിൽ. ഇപ്പോൾ യുറിഡിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ SNRNA നമ്മൾ U1, U2 അങ്ങനെ അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഒരു സ്പ്ലൈസോസോം കോംപ്ലക്സിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടെ പറയാം. ഞാൻ പറഞ്ഞു, ഈസ് മെയ്ഡ് ഓഫ് സബ്യൂണിറ്റ്സ് കാൾഡ് SNRNB. SNRNB എന്ന് പറയുന്നത് SNRNA പ്ലസ് പ്രോട്ടീൻ. Different SNRNBs that make up the nuclear spliceosome are named എന്താ? U1, U2, U4, U5 and U6. ഏതില്ല? U3 ഇല്ല. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ നമുക്ക് സ്പ്ലൈസിങ് സിഗ്നൽസ് എന്തൊക്കെയാണ് നോക്കാം. സ്പ്ലൈസിങ് to occur mRNA has specific sequence. You see the figure. ഇവിടെ ഇതാണ് mRNA, പ്രീ mRNA ഇതാ കാണിച്ചിരിക്കുകയാണ്. അതിൽ 5' ആണ് ഇത് 3' ആണ്.
ഇൻട്രോൺസ് ഇതാണ്, ഇത്രയും ദൂരം ഇൻട്രോൺസ് ആണ്, ഇതെല്ലാം മനസ്സിലാക്കുക. അപ്പൊ HNRNA അല്ലെങ്കിൽ pre-RNA contains specific sequence elements that are recognized and utilized during spliceosome assembly. ഇപ്പൊ spliceosome കോംപ്ലക്സ് അതുകൊണ്ട് അവിടെ നിന്ന് അസംബിൾ ചെയ്യണം. ഇപ്പോൾ അതിന് പ്രത്യേകിച്ച് ചില സീക്വൻസ് ഉണ്ട്, സിഗ്നൽ സീക്വൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ദീസ് ഇൻക്ലൂഡ് 5' എൻഡ് സ്പ്ലൈസ് സൈറ്റ്, അതായത് സ്പ്ലൈസ് ഡോണർ സൈറ്റ് എന്ന് പറയും. 5' ഉണ്ട്, ഇത് 5' ആണല്ലോ. അപ്പൊ 5' സ്പ്ലൈസ് സൈറ്റ് എന്ന് പറയും ഇതാണ് ഇൻട്രോൺ. ഇൻട്രോണിന്റെ ഒരറ്റം ഇതാണ് ബിഗിനിങ്, മറ്റേ അറ്റം ഇതാണ്. എപ്പോഴും ഇൻട്രോൺ തുടങ്ങുന്ന GUയിലും അവസാനിക്കുന്ന AGയിലുമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, പല എക്സാമിനും ചോദിക്കുന്നതാണ്. ഇൻട്രോൺസ് ഓൾവേസ് ബിഗിൻസ് ഫ്രം GU ആൻഡ് എൻഡ് ഇൻ AG. അപ്പൊ സിഗ്നൽ സീക്വൻസിലേക്ക് വരാം. അല്ല, 5' സ്പ്ലൈസിൽ കാണുന്നതാണ് ഇത്. GU ഏതെങ്കിലും ഒരു പ്യൂരിൻ, പിന്നെ അഡിനിൻ, GU. അതിർത്ത് ബ്രാഞ്ച് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രാഞ്ച് പോയിന്റിന്റെ സീക്വൻസ് എന്താ? CU, ഏതെങ്കിലും ഒരു പ്യൂരിൻ, അഡിനോ ഗ്വാനിനോ കാണാം. അതിനുശേഷം എന്താ? G. അതിനുശേഷം എന്താണ്? A is unique, വെരി ഇമ്പോർട്ടൻറ്റ്. ലാരിറ്റ് ഫോർമേഷനിലെല്ലാം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് ഈ അഡിനൈൻ. ദെൻ ഒരു പിരമിഡിൻ, ഏതെങ്കിലും ഒരു പിരമിഡിൻ, മനസ്സിലായല്ലോ. ഇതാണ്. അപ്പൊ ബ്രാഞ്ച് സൈറ്റിൽ ഈ A വെരി വെരി ഇമ്പോർട്ടൻ്റ് ഓർത്തിരിക്കുക. അതിന്റെ പ്രാധാന്യം ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ കുറച്ച് ദൂരം ഒരു പിരമിഡിൻ റിച്ച് ആയിട്ടുള്ള കുറച്ച് ഭാഗം കാണാം. അതിനുശേഷം എന്താണ്? ലാസ്റ്റ് സ്പ്ലൈസ് അക്സെപ്റ്റർ സൈറ്റ്. അക്സെപ്റ്റർ സൈറ്റ് എന്ന് പറയുന്നത് 3' സ്പ്ലൈസ് സൈറ്റ്. ഇത്രയാണ് സിഗ്നൽ സീക്വൻസ്, മറക്കരുത്. കാര്യം നമുക്കിനിപ്പോൾ പ്രോസസ്സ് പറയുമ്പോൾ ഈ സിഗ്നൽ സീക്വൻസിനെ വെച്ചാണ് ഞാൻ പറയുന്നത്. സിഗ്നൽ സീക്വൻസ് എന്തെല്ലാം ഉണ്ട്? 5' സ്പ്ലൈസ് സൈറ്റ് ഉണ്ട്, കണ്ടോ. പിന്നെ അത് ബ്രാഞ്ച് പോയിന്റ്, ബ്രാഞ്ച് സൈറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അഡിനൈൻ കണ്ടല്ലോ, ഐ എം റിമൈൻഡിങ്. അതിന്റെ പ്രാധാന്യം ഞാൻ ഇപ്പോൾ പറയാം. പിന്നെ അല്പം പിരമിഡിൻ റിച്ച് ആയിട്ടുള്ള ഭാഗമുണ്ട്. പിന്നെ സ്പ്ലൈസ് ആൻഡ് അക്സെപ്റ്റർ സൈറ്റ് എന്ന് പറയുന്നത്, മനസ്സിലല്ലോ. 3' സ്പ്ലൈസ് സൈറ്റ്. നമുക്ക് ഇനി പ്രോസസ്സ് തുടങ്ങാമോ? നോക്കാം. ഇവിടെ ഈ സ്റ്റെപ്സ് ഒരു ഡിഫറെന്റ് സ്റ്റെപ്സിലാണ് ഇത് നടക്കുന്നത്. ആ സ്റ്റെപ്സ് അത്രയും പഠിച്ചാൽ മതി, ഉടനെ ഇത് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഫസ്റ്റ് സ്റ്റെപ്പ് is the binding of U1 to, ഞാൻ നേരത്തെ പറഞ്ഞു U1 to U2 U4 ഒക്കെ ഉണ്ടെന്നല്ലേ. അപ്പൊ അതില് U1 GU ബൈൻഡ് ചെയ്യും, കണ്ടോ. GU ഇൻ ദ 5' സ്പ്ലൈസ് സൈറ്റ്. 5' സ്പ്ലൈസിൽ GU, അതായത് എപ്പോഴും ഇൻട്രോൺ തുടങ്ങുന്ന GUയിലാണല്ലോ തന്നെ സ്പ്ലൈസ് സൈറ്റിൽ. അപ്പൊ U1 അവിടെ വന്നു. ദെൻ U2 ബൈൻഡ് ടു ദ അഡിനൈൻ ഓഫ് ബ്രാഞ്ച് സൈറ്റ്, കണ്ടോ. അവിടെ എല്ലാം വരയ്ക്കാൻ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ബ്രാഞ്ച് സൈറ്റിലെ അഡിനിൻ മാത്രമേ കാണിച്ചുള്ളൂ. അവിടെ U2 വന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബൈൻഡിങ് ഓഫ് U1 to എവിടെ വന്നു? ഇവിടെ വന്നു GU ഇൻ ദ 5' സ്പ്ലൈസ് സൈറ്റ് അല്ലേ. U2 എവിടെ വന്നു? വേണമെങ്കിൽ നമുക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. എവിടെ വന്നു? മനസ്സിലാകുന്നുണ്ടല്ലോ. ഏതെങ്കിലും പോയിന്റ് അറിഞ്ഞുകൂടെങ്കിൽ ഓക്കെ. അപ്പോൾ ഇവിടെ അഡിനിൻ ബ്രാഞ്ച് സൈറ്റിലെ അഡിനിനിൽ U2 വന്നു. അടുത്ത് നെക്സ്റ്റ് ദ ട്രൈമർ ഓഫ് സ്പ്ലൈസോസോം കോംപ്ലക്സ് U4 U6 U5 ഉണ്ടോ. U4 U6 U5. നമുക്ക് U4 U5 U6 എന്ന് പറയാനല്ലേ, പക്ഷെ ഇങ്ങനെ പറയുന്നത് അതിന് കാരണമുണ്ട്. അതിന്റെ അറേഞ്ച്മെന്റ് ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ. U4 U6 ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം നെറ്റിന് ചോദിച്ചു. നെറ്റിന് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് സെറ്റിനും HSST ഒക്കെ ചോദിക്കുന്നുണ്ട് പല എക്സാമിനും. അപ്പൊ ട്രൈമർ ഇതൊക്കെയാണ്. അപ്പൊ ട്രൈമർ അപ്പൊ ഇൻട്രോണിലേക്ക് വന്നു. അപ്പൊ ഇൻട്രോൺ ഇവിടെയാണല്ലോ. അപ്പൊ ഈ രൂപത്തിലായല്ലേ. അതങ്ങനെ എങ്ങനെ രൂപത്തിലായെന്ന് ഞാൻ പറയാം. അതിൽ ലാരിറ്റ് ഫോർമേഷൻ. ഇത് ആദ്യം ഈ സ്പ്ലൈസസും കോംപ്ലക്സും ഒന്ന് അസംബിൾ ചെയ്യുന്നത് ഇത്ര ഒന്ന് മനസ്സിലാക്കുക. മനസ്സിലായല്ലോ. U1 എവിടെ വന്നെന്ന് കണ്ടു, U2 എവിടെ വന്നെന്ന് കണ്ടു. അടുത്ത ട്രൈമർ ഇൻട്രോണിൽ അങ്ങ് വ്യാപിച്ചിരുന്നു. അടുത്ത പ്രധാനപ്പെട്ട
മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. 2'OH ഓഫ് അഡിനീൻ. അഡിനീൻ അതിന്റെ 2'OH, അഡിനീന്റെ 2'OH ഇങ്ങോട്ട് ഞാൻ ഇവിടെ സ്പെഷ്യൽ ലെറ്റർ ഇങ്ങോട്ട് അല്പം വരച്ചിരിക്കുകയാണ്. അതിന്റെ ആ OH ഇവിടെ GUന്റെ ഇവിടെ കൊണ്ട് ഒരു ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടത്തും. 2'OH of adenine makes a nucleophilic attack on the 5' splice site. ഇവിടെ ഈ ട്രാൻസെസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ട്രാൻസെസ്റ്ററിഫിക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ ഡൊണേഷൻ ഒക്കെ നടത്തുന്ന ആ പ്രോസസ്സിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും ഇവിടെ ഒന്ന് ക്ലീ ചെയ്യുമെന്ന് പറയാം. അപ്പൊ ന്യൂക്ലിയോഫിൽ അറ്റാക്ക് എവിടെയാണ് ക്ലീ ചെയ്തത്? അതായത് എവിടെ ക്ലീ ചെയ്തത്? 2'OH അഡിനീൻ, അഡിനീന്റെ 2'OH ഇവിടെ മേക്സ് എ ന്യൂക്ലിയോഫിൽ അറ്റാക്ക് ഓൺ ദ 5' splice site. ഇവിടെ G ഉണ്ട്. അപ്പൊ ഇവിടെ ക്ലീ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? എക്സോൺ 1 ഇത് എക്സോൺ അങ്ങോട്ട് റിലീസ് ആവും. എന്നിട്ട് എന്ത് ചെയ്യും? 5' end of inron. അപ്പൊ എക്സോൺ is released. 5' end of inron is connected to the 2'OH of adenosine അല്ലെങ്കിൽ അഡിനിൻ. ഇതാ ഇവിടത്തെ ഈ അറ്റം കണ്ടോ, ഇവിടെ അഡിനീനുമായിട്ട് ചേരും. അഡിനീനിലെ 2'OH രണ്ടാമത്തെ കാർബണത്തിൽ OH-ഉമായിട്ട് ചേരും. അപ്പൊ ഇവിടെ ഒരു ക്ലീവേജ് നടന്നു, ഇവിടെ ഒരു ബോണ്ട് ഫോർമേഷൻ നടന്നു. ശ്രദ്ധിക്കണം. അപ്പോ അങ്ങനെ ഒരു ലാറിയറ്റ് ഉണ്ടായി, ഇങ്ങനെ ഒരു പുഴ പോലെ ഒരു ഭാഗം ഉണ്ടായി. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടായത് ഒന്നും കൂടെ മനസ്സിലാക്കുക. അഡിനൈന്റെ OH ഗ്രൂപ്പ് അല്ലെ, അത് ഇവിടെ ന്യൂക്ലിയോഫിൽ അറ്റാക്ക് നടത്തി. അന്നേരം ഇവിടെ മുറിഞ്ഞു, എക്സോൺ പോയി. അപ്പൊ അന്നേരം ഇവിടത്തെ 5' end of inron is connected to the 2'OH of adenosine to form a lariat. Clear അല്ലേ? ഇതാണ് ഫസ്റ്റ് ട്രാൻസെസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. 2 ട്രാൻസെസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഇതായി. ഇപ്പൊ ഒരു ട്രാൻസെസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറയാം, ഇവിടെ അതെന്താണെന്ന് ഞാൻ പറയാം. ഇവിടെ ഫസ്റ്റ് ട്രാൻസെസ്റ്ററിഫിക്കേഷൻ നടന്നത് 2'5' ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടാണ്. അതായത് 2'5' അതെ, ഇതിൽ ഇവിടത്തെ 5' ഇവിടത്തെ എന്താ 2'OH-ലുമാണ് ചേർന്നത്. അപ്പോൾ ഇവിടെ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാണ് ഈ ലാറിയറ്റ് ഉണ്ടായത്? എന്ത് ബോണ്ടാണ്? 2'5' ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. അതൊരു പ്രത്യേകതയല്ലേ. സാധാരണ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഉണ്ടാകുന്നത് 3'5' അല്ലേ? അപ്പൊ ഇവിടെ ഞാൻ ഈ ട്രാൻസെസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്താണെന്ന് ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? നോക്കി, ട്രാൻസെസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. The energy of one phosphodiester bond is used to create a new one. No extra input of energy is required. ഇതാണ് ഒരു ട്രാൻസെസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ നടക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ട്രാൻസെസ്റ്ററിഫിക്കേഷൻ നടന്നത് നമ്മൾ കണ്ടു. ഒരു 2'5' ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കണ്ടു. അവിടെ എന്താണ്? ഇവിടെ അഡിനീനിലെ OH 5' splice സൈറ്റിൽ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടത്തി. അന്നേരം ബോണ്ട് ബ്രേക്ക് ചെയ്ത് എനർജി റിലീസ് ചെയ്യും. ഈ എനർജി ഉപയോഗിച്ചിട്ടാണ് എന്തുണ്ടായത്? ആയിട്ടാണ് 5' end of inron പറഞ്ഞേ 2'OH അഡിനുമായി കണക്ട് ചെയ്തത്. അപ്പോ അവിടെ എനർജി പിന്നെ വേറെ ഇൻപുട്ട് വേണ്ട. അതാണ് ട്രാൻസെസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. എനർജി ഓഫ് വൺ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ന്യൂ വൺ. ക്ലിയർ അല്ലേ? അണ്ടർസ്റ്റുഡ് വെൽ? അത് മനസ്സിലായി. ഇനി രണ്ടാമത്തെ ഞാൻ പറയാം. അപ്പൊ in each transesterification reaction, one phosphodiester bond is exchanged for another. Since the number of phosphodiester bonds in the molecule is not changed in either reaction, no energy is consumed. ഇനി അടുത്ത പോയിന്റ് നോക്കാം. നമുക്ക് ഇനിയും അത് ഒരു പോയിന്റ് ഉണ്ടല്ലോ. അറ്റ് ദിസ് ടൈം ഇവിടെ ഡയഗ്രാം ഒന്നുകൂടെ നോക്കാം. ഇപ്പൊ ഇവിടെ ലാറിയറ്റ് ഫോർമേഷൻ നടന്നു. ഇനി രണ്ടാമത്തെ ഒരു ട്രാൻസെസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ആണ്. ഈ എക്സോണും കൂടെ ജോയിൻ ചെയ്യണ്ടേ? എന്നിട്ട് ഇവിടെ കൂടെ മുറിച്ചു കൊടുക്കണമല്ലോ. അതാണ് ഇനി അടുത്ത് നടക്കുന്നത്. അറ്റ് ദിസ് ടൈം U1 and U4 SNRNCR റിലീസ് ചെയ്യും. ഏതെല്ലാം റിലീസ് ചെയ്തു? U1 and U4 അത് റിലീസ് ചെയ്യും. അത് പിന്നെ U6ന്റെയും U5ഉം SNRന്റെ ഷിഫ്റ്റ് പൊസിഷൻ, ഇരുന്ന പൊസിഷൻ അങ്ങോട്ട് മാറും കേട്ടോ. നേരത്തെ ഇരുന്നതിന്റെ പൊസിഷൻ U4 U6
ഇവിടെ പൊസിഷൻ ഇങ്ങനെ മാറും. ഒന്നും വലിയ പ്രശ്നം ഒരു ഇമ്പോർട്ടൻ്റ് പറയാൻ പറ്റത്തില്ല, എന്നാലും ഓർത്തിരിക്കുക, ഏതും ചിലപ്പോൾ ചോദിക്കാം. അടുത്ത് രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിഫിക്കേഷൻ കൂടെ നടക്കുമ്പോൾ എല്ലാ പ്രോസസ്സും തീർന്നു, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ ദ സെക്കൻഡ് ട്രാൻസിസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ദ OH ഗ്രൂപ്പ് ഓഫ് എന്താ ഫസ്റ്റ് എക്സോണിന്റെ OH ഗ്രൂപ്പ് ഫസ്റ്റ് എക്സോണിന്റെ അത് റിലീസ് ചെയ്ത് ഇവിടെ നിൽക്കുകയല്ലേ. OH ഗ്രൂപ്പ് ഫസ്റ്റ് എക്സോൺ ആക്ട് ആസ് ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആൻഡ് അറ്റാക്ക് ദ 3' സ്പ്ലൈസ് സൈറ്റ്. ഇവിടെ 3' സ്പ്ലൈസ് സൈറ്റ്. പിന്നെ എന്ത് സംഭവിക്കും? 3' സ്പ്ലൈസ് സൈറ്റ് ഈസ് കട്ട് ആൻഡ് ദ എക്സോൺസ് ആർ ജോയിൻഡ് ടുഗദർ. ഇതും ഒരു ട്രാൻസിസ്റ്ററിഫിക്കേഷൻ ആണ്. ഓക്കെ, നമുക്കിനി ഇപ്പോൾ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് വെൽ. 2-3 ക്വസ്റ്റ്യൻ ചെയ്യാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പ്രാക്ടീസ് ടെസ്റ്റിൽ തന്നോളാം. ഫസ്റ്റ് ആലോചിച്ച് പറയുക. ഇൻട്രോൺ സീക്വൻസ് ഇൻ DNA ആൾവേസ് ബിഗിൻ ആൻഡ് എൻഡ് വിത്ത് AG, GT, GU, AG, TG, GA, GA, TG. GU, AG. യെസ്, രണ്ടാണ് അല്ലേ, സെക്കൻഡ് ആണ്. GU, AG. Arrange the following in the proper sequence in which they occur during RNA splicing. ഇത് നെറ്റിന് ചോദിച്ചതാണ്, ഒരു തവണ സെറ്റിന് ചോദിച്ചു. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചോദിക്കാം. ആലോചിച്ച് പറയാം. നമ്മളിപ്പോ ഈ പഠിച്ചതിൽ നിന്നും ആലോചിച്ച് പറയുക, തെറ്റരുത്. പ്രോപ്പർ സീക്വൻസിൽ ലാരേറ്റ് ഫോർമേഷൻ, U2 binds to branch site, 3' splice site is cut. ഈ 3 പോയിന്റ് പ്രോസ് ആണ് തന്നിരിക്കുന്നത്. അതിനെ ഓർഡർ ആയിട്ട് പറയുക. 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ ശരി എന്നുള്ളത് ആലോചിച്ചിട്ട് പറയുക. സർ, ആദ്യം U2 ബൈൻഡിങ് നടക്കും, പിന്നെ ലാരിയറ്റ് ഫോർമേഷൻ നടക്കും, പിന്നെ ഫൈനലി 3' സ്പ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? 2 ആണ് അല്ലേ? സെക്കൻഡ് വൺ. Yes, it's very good, very good. Understood. So you understood the process. Then 3' splice site contains GU, whereas 5' splice site contains AG. True or false? False ആണ് സർ. 3' splice site contains GU. False ആണ്. Okay. Yeah. Then one more question. ഒരു കാര്യം ചെയ്യുന്ന സമയം കൂടിപ്പോയി. നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാം ഞാൻ ഇതിന്റെ ടെസ്റ്റിൽ തന്നോളാം, പ്രാക്ടീസ് ടെസ്റ്റ് തന്നോളാം. ഓക്കെ, താങ്ക് യു.